ഭാര്യ മരണപ്പെട്ട ശേഷം രവിക്ക് താങ്ങും തണലുമായത് ഭാര്യ രമയുടെ അച്ഛനും അമ്മയും അനിയത്തിയുമായിരുന്നു. ഭാര്യ മരിച്ച ശേഷം അദ്ദേഹം പിന്നീട് രമയുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കുന്നു. അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം രമയുടെ അമ്മയ്ക്ക് തൻ്റെ ഇളയ മകളെ കൊണ്ട് രവിയെ കല്യാണം കഴിപ്പിക്കാനുള്ള മോഹം ഉദിക്കുന്നു. എന്നാൽ രമ്യയ്ക്ക് അതിന് സമ്മതമല്ലായിരുന്നു. രമ്യയെ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് സമ്മതിപ്പിക്കുന്നു. അവസാനം രമ്യ എങ്ങനെയെങ്കിലും ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. അതിനുശേഷം രമ്യയും രവിയും തമ്മിൽ അധികം അടുപ്പമുണ്ടാകുന്നില്ല. അങ്ങനെ കരഞ്ഞു തളർന്നിരുന്ന രമ്യയെ രവി ആശ്വസിപ്പിക്കുന്നു. പിന്നീട് രണ്ടുപേരും തുറന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമുള്ള കഥയാണ് ബാക്കി ഭാഗം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ ആദ്യ എപ്പിസോഡ് കൂടി കണ്ടു കഴിഞ്ഞാൽ ഈ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് കേൾക്കുക. അങ്ങനെ അമ്മയും അച്ഛനും പുറത്തുപോയി തിരികെ വരുന്നു. തിരികെ വന്ന് അകത്തേക്ക് കയറിയ അമ്മ ആദ്യം നോക്കിയത് രമ്യയുടെ മുഖത്തേക്കായിരുന്നു. രമ്യയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഇല്ല. പക്ഷേ നേരത്തെ രീതിയല്ല, കുറച്ച് മാറ്റം അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. നേരത്തെ കരഞ്ഞു തളർന്ന് വാടിയിരുന്ന രമ്യയല്ല, ഇപ്പോൾ കുറച്ച് മാറ്റം മുഖത്തുണ്ട്. അതേപോലെ തന്നെ രവിയുടെ മുഖത്തെ ആ സങ്കടഭാവത്തിനും കുറച്ച് വ്യത്യാസമുണ്ട്. എന്തായാലും താങ്കൾ രണ്ടുപേരും പുറത്തു പോയത് നന്നായി. അതുകൊണ്ട് അവർക്ക് തുറന്ന് സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും സാധിച്ചു. അമ്മയ്ക്ക് ഒരാശ്വാസം അനുഭവപ്പെട്ടു. അങ്ങനെ അമ്മ വസ്ത്രമൊക്കെ മാറി അടുക്കളയിലേക്ക് പോയി. രാത്രിയിലേക്കുള്ള ആഹാരത്തിൻ്റെ തയ്യാറെടുക്കലായിരുന്നു. സഹായിക്കാനായിട്ട് രമ്യ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ ചെറിയ രീതിയിൽ ഒരു ഹിൻ്റ് ഇട്ട് കൊടുത്തു. രവിയായിട്ട് നീ വല്ലതും സംസാരിച്ചോ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, രവിയേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രമ്യ ഒഴുക്കം മട്ടോടെ പറഞ്ഞു. അമ്മയോട് പഴയ കണക്ക് അവൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചതുകൊണ്ടായിരിക്കാം ഒരു അടുപ്പം വരുന്നില്ല. അവൾ അമ്മയെ കുറച്ചൊക്കെ സഹായിച്ചതിന് ശേഷം റൂമിലേക്ക് പോയി. ഫോൺ എടുത്തു വെച്ച് വെറുതെ തോണ്ടി ഫ്രണ്ട്സിനോട് കുറച്ചു നേരം ചാറ്റ് ചെയ്തു. അപ്പോഴാണ് രവിയുടെ മെസ്സേജ് കണ്ടത്. ഇന്നലെയോ മറ്റോ അയച്ചതാണ്. അവൾ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നില്ല. വെറുതെ അവളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അവൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചുള്ള മെസ്സേജായിരുന്നു. അവൾക്ക് എന്തോ വിഷമം തോന്നി ആ മെസ്സേജ് കണ്ടപ്പോൾ. അദ്ദേഹത്തിനെ മനസ്സിലാക്കണം, അവൾ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും വീട്ടുകാരായിട്ട് കണ്ടെത്തിയതാണ്, താനായിട്ട് കണ്ടുപിടിച്ചതല്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കാം. ഇനി താൻ കാരണം വീട്ടുകാർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട. അവൾ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ആഹാര സമയമായപ്പോൾ അമ്മ വിളിച്ചു. രമ്യ എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ നിരത്തി വെച്ചു. അതിനുശേഷം അമ്മ പോയി രവിയെ വിളിച്ചു. രവിയും അച്ഛനും അമ്മയും രമ്യയും ഇരുന്നു. അതിനുശേഷം അമ്മ ഓരോരുത്തർക്കായി ആഹാരങ്ങൾ വിളമ്പി. രമ്യ പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ ആഹാരം കഴിച്ചു. രവിയും അതേപോലെ തന്നെ. അതിനുശേഷം അവർ റൂമുകളിലേക്ക് പോയി. രവി ഫോണെടുത്ത് നോക്കിയതും രമ്യ തൻ്റെ മെസ്സേജ് കണ്ടിരിക്കുന്നു. അവന് എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിൽ തോന്നി. ഒരു അടുപ്പമൊക്കെ വരുന്നുണ്ടിപ്പോൾ. അതൊക്കെ നല്ല സൂചനകളാണ്, രവി മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ രാവിലെ അവൻ ഓഫീസിൽ പോകാനായിട്ട് തയ്യാറായി. അമ്മ ചോറ് പൊതി അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് മഴ വരുന്നത് കണ്ടത്. ചെറിയ ചാറ്റലേ ഉള്ളൂ, പക്ഷേ തുണി വെളിയിൽ കിടക്കുന്നു. അതും രമ്യയുടെ തുണിയാണ്. അവൻ ഓടിച്ചെന്ന് അതെല്ലാം പറക്കി. രമ്യ ആ സമയം ബാത്റൂമിലായിരുന്നു. അതൊക്കെ പറക്കി അവളുടെ റൂമിൽ കട്ടിലിൽ കൊണ്ടുവന്നിട്ടു. ആദ്യമേ റൂമിലോട്ടൊന്ന് കയറണമോ എന്ന് അവൻ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു തുണി ഇടാനല്ലേ. തുണി കട്ടിലിൽ കൊണ്ടിട്ടിട്ട് അവൻ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവൾ ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ കട്ടിലിൻ്റെ മേളിൽ തുണി കിടക്കുന്നു. അമ്മേ, ഇതാരാ തുണി പറക്കിയത്? അത് രവിയാണ് മോളെ. മഴ പെയ്യുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് ചാറ്റലേ ഉള്ളൂ, പക്ഷെ നനഞ്ഞാലോ എന്ന് വെച്ച് അവനാണ് അകത്തേക്ക് കൊണ്ടിട്ടത്. രമ്യയ്ക്ക് എന്തോ മനസ്സിനൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അദ്ദേഹം തന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ആ തുണിയെല്ലാം മടക്കി വെച്ചു. അതിനുശേഷം കുറേ നേരം ആലോചിച്ചിരുന്നു. രവിയെപ്പറ്റി തന്നെയായിരുന്നു ആലോചന. മുൻപൊന്നും ഇതുപോലൊരു ആലോചനയിലേക്ക് അവളുടെ മനസ്സ് പോയിട്ടേയില്ല. ഇപ്പോൾ ചെറുതായിട്ട് അടുപ്പങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ആലോചന അവളെ വീണ്ടും ഉറങ്ങാൻ പ്രേരിപ്പിച്ചു. കുറച്ചു നേരം കൂടി അവൾ കിടന്നു. അപ്പോഴാണ് അമ്മയുടെ ശബ്ദം. ഇത്രയും നേരം കിടന്നുറങ്ങിയത് പോരെ നിനക്ക്? അപ്പോൾ വീണ്ടും കിടന്നുറങ്ങുന്നോ? നിനക്ക് കഴിക്കുകയും കുടിക്കുകയൊന്നും വേണ്ടേ? എണീറ്റ് വാടി. അവൾ ചാടി എണീറ്റു. എന്നിട്ട് അമ്മയോടൊപ്പം അടുക്കളയിലേക്ക് ചെന്നു. ആഹാരം എടുത്ത് കഴിച്ചു. ഇപ്പോൾ ചെറുതായിട്ട് ചിരിയും സംസാരമൊക്കെ
വന്നു തുടങ്ങിയിട്ടുണ്ട്. അമ്മയും അച്ഛനും സംസാരിക്കുന്ന അവൾ കേട്ടു. കല്യാണത്തിനുള്ള ഡേറ്റൊക്കെ എടുക്കണം. നീ കുറച്ച് പേരുടെ ലിസ്റ്റും കൂടെ ഉണ്ട് വിളിക്കാനായിട്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തണം. ഒരു കുറവും വരുത്താൻ പാടില്ല. രമയ്ക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ രമ്യയ്ക്കും നമുക്ക് ആഘോഷങ്ങളായിട്ട് നടത്തണം. അവൾക്കൊരു കുറവും വരുത്താൻ പാടില്ല. അമ്മയും അച്ഛനും പരസ്പരം പറയുന്നത് അവൾ കേട്ടു. അവൾ വെറുതെ ആലോചിച്ചു, തൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കണ്ടേ? ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരെയും വിളിക്കണ്ടേ? നീ രവിയേട്ടനെ പറ്റി പറയുമ്പോൾ അവരെന്തായിരിക്കും കരുതുക? ഇയാളെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരുമുണ്ട്. നീ ആരെങ്കിലും കളിയാക്കുമോ എന്നൊക്കെ അവൾ ചിന്തിച്ചു. കളിയാക്കിയാലെന്തുവാ? താനായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ, വീട്ടുകാർ കണ്ടുപിടിച്ചതല്ലേ. എനിക്ക് ഒരു കുഴപ്പവുമില്ല, അവൾ സ്വയം മനസ്സിലെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.